ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപാര രുചിയുള്ള ഒരു പഴയകാല നാടൻ റെസിപ്പിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. പനിഞ്ഞീൻ പൊരിച്ചത്, അല്ലെങ്കിൽ മീൻ മുട്ട പൊരിച്ചെടുത്തത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അതുപോലെ കിടിലൻ സ്വാദാണ്. ഇപ്പം മത്തിയൊക്കെ കിട്ടുമ്പം ഒത്തിരി പനിഞ്ഞീനും ഒക്കെയുള്ള സമയമാണ്. ഈ സമയത്താണ് മീനിന് നല്ല പനിഞ്ഞീനൊക്കെ ഉള്ളത്. അപ്പം മത്തിയൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് പനിഞ്ഞീൻ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിലേക്ക് ഒരു 2 പിടി ചുവന്നുള്ളി കനം കുറച്ച് നീളത്തിലരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില അരിഞ്ഞെടുത്തത്, പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 1/4 കപ്പ് തേങ്ങ ചുരണ്ടിയത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും പൊടികൾ ചേർത്ത് കൈകൊണ്ടിത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സായി നല്ല മയവായിട്ട് വരണം. തേങ്ങാപ്പീരയും ചുവന്നുള്ളിയും ഇഞ്ചി എല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചിട്ട് നമ്മൾ മീനിൻ്റെ പനിഞ്ഞീന് വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൈകൊണ്ടൊന്ന് വീണ്ടും നന്നായിട്ട് തിരുമ്മി മിക്സാക്കി എടുക്കണം. ഇത് ഇലയിൽ പരത്തി നമുക്ക് ചുട്ടെടുക്കാം. അടുപ്പിൽ ചുട്ടെടുക്കാം, അല്ലെങ്കിൽ പാനിൽ വെച്ച് ചുട്ടെടുക്കാം. ഞാനിപ്പം നോൺ സ്റ്റിക്ക് പാനിലാണ് ഇത് പൊരിച്ചെടുക്കുന്നത്. വാഴയിലയൊന്നും എടുക്കുന്നില്ല. വാഴയിലയിലും കൂടെ ചെയ്യുവാണെങ്കിൽ കിടിലൻ സ്വാദാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു പാലപ്പച്ചട്ടി നടുഭാഗം അല്പം കുഴിവുള്ളൊരു പാൻ നമുക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ സ്പാച്ചിലായോ അല്ലെ സ്പൂണോ തവിയോ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പം നല്ല അട പോലെ ഇങ്ങനെ സെറ്റായിട്ടിരിക്കും. അല്ല, ഇനി ഇത് തോരൻ പോലെ വേണമെങ്കിൽ നമുക്ക് ചിക്കി പൊരിച്ചെടുക്കാം. ഞാനിതിപ്പം മുട്ട പൊരിക്കുന്നത് പോലെ പൊരിച്ചാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അടപ്പ് വെച്ച് അടച്ചൊന്ന് വേവിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഒരു വശം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. ഇപ്പം വീതിയുള്ള തവി എടുക്കുകയായിരുന്നെങ്കിൽ ഒരുമിച്ച് നമുക്കിത് ഇടാൻ പറ്റിയേനെ. ഞാനിതിപ്പം ഈ സ്പാച്ചില വെച്ച് തന്നെ എടുത്തുകൊണ്ട് ഇത് 2ആയിട്ട് പോയി. ഒന്നുകൂടെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു വശവും കൂടെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം നന്നായിട്ട് വീണ്ടും ഒന്ന് പ്രസ് ചെയ്തപ്പോൾ അത് ഒന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു ഒറ്റ ഇതായിട്ട് ഇനി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് മുരിഞ്ഞ് വരും. അപ്പം മീൻ മുട്ടയുടെ ഗുണമൊക്കെ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. പറയാതെ തന്നെ ഇതിൻ്റെ സ്വാദ് കഴിച്ച് തന്നെ അറിയണം. നമ്മൾ ചെറുപ്പത്തിലൊക്കെ അമ്മമാരൊക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരു നാടൻ രുചിയായിരുന്നിത്. അപ്പം ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാൻ വീണ്ടും തിരിച്ചിട്ടിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്ക് മൊരിച്ചെടുക്കാം. നല്ല മണം വരുന്നുണ്ട്. നല്ല മൊരിഞ്ഞ മണം വരും. അപ്പം ചോറിൻ്റെ കൂടെയൊന്നും അല്ലാതെ വെറുതെ തന്നെ നമ്മളിത് കഴിച്ചു പോകും. അത്രയ്ക്കും ടേസ്റ്റാണ്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്, നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം പറയുമ്പോൾ തന്നെ നാവിൽ വെള്ളം ഊറും. അത്രയ്ക്കും രക്ഷയില്ലാത്ത ഒരു രുചിയാണ്. കണ്ടില്ലേ, കിടിലൻ സ്വാദാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വാഴയിലയിൽ പൊരിച്ചെടുക്കുവാണെങ്കിൽ ഇതിലും സൂപ്പറാണ്. വാഴയിലയിൽ നന്നായിട്ട് ഇങ്ങനെ അട പോലെ പരത്തി അത് ഈ പാനിലിട്ട് അടച്ച് വെച്ച് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.